നീ ഗർഭം ചുമന്നാൽ പാല് കൊടുത്താ മക്കളെ വളർത്തിയ എന്ത് ചെയ്താലും അല്ലാഹു തരുന്ന പ്രതിഫലം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു മകളോടും മരുമകനോടും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവസാനം പറഞ്ഞു, ഫാത്തിമ, ഒരടിമയെ ചോദിച്ചല്ലേ എന്റെ പൊന്നുമോള് വന്നത്, ഒരടിമയെ ചോദിച്ചല്ലേ എന്റെ പൊന്നുമോള് വന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഫാത്തിമ, അടിമയെ ലഭിക്കുന്നതിനേക്കാ അല്ലാഹുവിന്റെ മുമ്പിൽ പുണ്യമുള്ള ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ? നിനക്ക് അടിമയെ വേണോ? അല്ലാഹുവിന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ വേണോ? ഫാത്തിമ പറഞ്ഞു, എന്താ വാപ്പാ, എനിക്ക് നന്മയാണ് വേണ്ടത്, എന്താണെന്ന് പറഞ്ഞു തരുമോ? ആ പാതിരാത്രിയിൽ തന്റെ പൊന്നാര മകളെയും തന്റെ മരുമകനെയും പിടിച്ചിരുത്തിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു കൊടുത്ത നന്മ എന്താ? ഫാത്തിമ, കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ. ഇത് പറഞ്ഞിട്ടേ ഉറങ്ങാവൂ ഫാത്തിമ, ഇത് പറഞ്ഞിട്ടേ ഉറങ്ങാവൂ ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകനെന്ന് പാതിരാത്രിയിൽ പറഞ്ഞു കൊടുത്ത നന്മയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ 29ാമത്തെ വയസ്സിലാണ് ലോകത്തോട് വിട പറയുന്നത്. മരിക്കുന്ന ദിവസവും പറഞ്ഞു പെങ്ങള്, ഫാത്തിമ മരിക്കുന്ന ദിവസവും മറക്കാതെ പറഞ്ഞിരുന്ന നന്മയാ. അലിയാര് തങ്ങള് പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതിനു ശേഷം